നാം ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുക. So we have entered into a new year. ഒരു പുതുവർഷം ന്യൂ ഇയറിലോട്ട് കടന്നത് കൊണ്ട് എല്ലാം ന്യൂ ആകണമെന്നൊന്നുമില്ല. Just because we entered into a new year doesn't mean that everything will be new. ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ന്യൂ ആകത്തില്ല. Not everything will be new automatically. Unless we want to. Unless we want to. Unless we are committed to have some changes in our lives. ഒന്നും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ആയുസ്സിനോട് ഒരു വർഷം കൂടെ കൂടി നമ്മുടെ ഏജ് ഒന്നുകൂടെ കൂടിയെന്നുള്ളതല്ലാതെ 24 25 വലിയ വ്യത്യാസമൊന്നുമില്ല. Just like I said last week, just like when you turn or when you have a birthday, you go into a new year in your life. Just like that, it's like we just went from 2024 to 2025. Nothing else has changed. ജീവിതത്തിന് ഒരു മാറ്റം, ഒരു ചേഞ്ച് ആവശ്യമാണ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്, എൻ്റെ വചനധ്യാനത്തിന്, സുവിശേഷീകരണത്തിന്, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്ന വിഷയത്തിൽ എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്ന് ആഴമായി തീരുമാനമെടുക്കുന്നവരുടെ ജീവിതത്തിലെ മാറ്റം സംഭവിക്കത്തുള്ളൂ. Just only the people who desire to have a deep change or willing to make changes in their life when it comes to your life or when it comes to your faith. It was only if you make or if you have a deep desire, then only will change happen. ജനുവരി 1-ാം തീയതി കഴിഞ്ഞു, ഇന്ന് 5-ാം തീയതിയാണ്. എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റിയില്ല, ഇനി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നും എപ്പോഴും എല്ലാ ദിവസവും തീരുമാനങ്ങൾ എടുക്കാം, തീരുമാനങ്ങൾ പുതുക്കാം. Since today is January 5th, and you might be thinking, I should have made the change on the 1st, and today is the 5th. Is it already too late? But it doesn't matter what day it is, that if you decide today, you can make a change in your life today, from starting today. ഒരു പക്ഷേ 1-ാം തീയതി എടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ 5-ാം തീയതി ആയപ്പോഴത്തേക്ക് ഫെയിൽ ആയിട്ടുണ്ടായിരിക്കാം ചിലതൊക്കെ. Maybe some of the changes or some of the desires or the resolutions that you made on the 1st might have already been on the down low or on the decline, on the 5th itself. Don't quit. Don't quit. Start over. Start over again if you did quit. Yes. ഒരു കൃഷിക്കാരൻ ഭൂമി ഒരുക്കിയിട്ട് വിത്ത് ഇട്ടിട്ട് അടങ്ങിയിരിക്കുകയല്ല, വിശ്രമിക്കുകയല്ല, വീണ്ടും വീണ്ടും ആ ഭൂമിയിൽ തന്നെ അധ്വാനിച്ച് അതിൽ കളപറക്കി അതിന് വളമിട്ട് വെള്ളമൊഴിച്ച് അതിൻ്റെ ഫലം കിട്ടുവോളം അതിനുവേണ്ടി അധ്വാനിക്കുന്നത് പോലെ ഞാനും നിങ്ങളും എടുക്കുന്ന ഓരോ തീരുമാനവും അതിനെ നട്ടു വളർത്തി പോഷിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഫലത്തിലെത്താൻ കഴിയത്തില്ല. Just like a farmer who sows the seed on his land and he works every day and works hard every day to pluck off the weeds, to put water. So it's just like the same way, like if you don't put the effort into it, you won't be able to reap the harvest for the things that you're looking for. നമ്മുടെ ദൈവം ഫലം അന്വേഷിക്കുന്ന ദൈവമാണ്. Our God is someone who looks for fruit. നമുക്കറിയാം, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അത്തിയിലൊക്കെ ഫലം അന്വേഷിച്ച ദൈവമാണ്. Just like we know, like when Jesus was here on this earth, Jesus looked for fig on a fig tree. എന്നാൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ഫലം ആഗ്രഹിക്കുന്നു. ഒരു വർഷം കൂടെ ദൈവം കാത്തു സൂക്ഷിച്ചു 2024 വേണ്ടം പോലെ ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വർഷം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയായി 2025 അധികം ഫലം കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. Just in the same way, God is looking for people who are willing to, who bear fruit. And in the same way that if you thought that in 2024 you were not able to bear fruit, that God has given you another chance in 2025 to bear fruit. കഴിഞ്ഞൊരു ദിവസം ഒരു ദൈവദാസൻ ഒരു ന്യൂ ഇയർ മെസ്സേജ് പറയുന്നത് ഞാൻ കേട്ടു. The other day I listened to someone who was giving a New Year's message. ഒരു ഈ പുതുവർഷത്തിൽ ഒരു റോക്കറ്റ് ഉയരുന്നത് പോലെ നീ ഉയരാൻ പോകുകയാ. So he was saying that in the new year you will go up, or you will grow just like a rocket is set into space. ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്പേസ് ഷട്ടിൽ ഉയരുന്നത് പോലെ ഉയർന്ന് പറക്കാൻ പോകുകയാ, പിന്നെ നീ തറ തൊടത്തില്ല എന്നൊക്കെയുള്ള ഒരു മെസ്സേജാണ് ഞാൻ കേട്ടത്. So I heard that he was saying that you will soar like a rocket and you will never touch the ground ever again. കേൾക്കാൻ നല്ല പ്രസംഗമാണ്. Oh, it was so good to hear it. I enjoyed it. നമുക്ക് അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്.
Oh, we love to hear messages like that. പുതുവർഷത്തിൽ പാർഷ ഇങ്ങനെയുള്ള സുഖമുള്ള പ്രസംഗങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് പറഞ്ഞാട്ട് ഒന്ന് കൈ ഉയർത്തിയായിട്ട് ഞാൻ അങ്ങനെ ശ്രമിക്കാം. So if people desire for speeches like that, please do let me know and I'll try. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. But that is not the reality. എനിക്ക് ആ കൺസെപ്റ്റ് ഇഷ്ടമാണ്. I like the concept. പക്ഷേ പ്രായോഗികമായിട്ട് നാം പിന്നെയും ഈ ഭൂമിയിൽ തന്നെയാണ്. But practically we realize that we are still on this earth. കാഹളനാദം കേട്ടെങ്കിലേ ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെട്ട് ഉയരത്തുള്ളൂ. Only when you hear the trumpet, that's when you will actually rise up like a rocket. അപ്പോൾ തന്നെ പുതുവർഷത്തിൽ അല്പം കൂടെ ഉയരത്തിൽ പറക്കുവാൻ നമുക്ക് കഴിയും. But in the same way, in the new year, we should be able to fly a little higher than last year's. എല്ലാ ഏരിയകളിലും ആത്മീകത്തിലും ഭൗതികത്തിലും 2024 അല്പം കൂടെ ഉയരത്തിൽ നമുക്ക് ഉയരണം, പറക്കണം. In all areas of our life, whether it be spiritual or non-spiritual, we should be able to rise a little higher than where we were last year, and we should be able to fly and soar higher. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. We should think of higher things. മണ്ണിനോടുള്ള അട്രാക്ഷൻസ് അല്പം കൂടെ കുറച്ചിട്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിയണം. We should be able to let go or lower our desires of the things of this earth and think higher things this year. ദൈവരാജ്യത്തിന് വേണ്ടി അല്പം കൂടെ ചിലവിടുവാൻ നമുക്ക് ഈ 2025 കഴിയണം. We should be able to spend a little bit more time than we did before for the kingdom of God. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ നമ്മൾ കേട്ടതുപോലെ കഴിഞ്ഞ 24 അല്പം കൂടെ ക്ഷമിക്കുവാൻ നമുക്ക് 2025 കഴിയണം. Just like what we heard before, we should be able to forgive a lot more than we did in 2025 compared to 2024. 2025 അല്പം കൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിശ്വസ്തയോടെ ചെയ്യുവാൻ, ഫെയ്ത്ത്ഫുൾ ആയിരിക്കുവാൻ നമുക്ക് കഴിയണം. We should be able to be more faithful and do things faithfully compared to in 2025 compared to what we did in 2024. 24 അല്പം കൂടെ താങ്ക്ഫുൾ ആയിരിക്കാൻ, നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കുവാൻ ഈ 25 കഴിയട്ടെ. We should be able to have a more thankful heart in 2025 compared to what we had in 2024. അല്പം കൂടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഒരു പടിയുടെ വിശ്വാസത്തിൽ മുന്നോട്ട് ചുവട് വെച്ച് വേഗം വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാൻ, പ്രിപ്പയർ ആയിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. We should be able to hold on to our faith and take one more step forward in our faith in 2025. ദൈവമക്കളെ, 2025 ഒത്തിരി വലിയ വ്യത്യസ്തമായിരിക്കുമെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ വലിയ വകയൊന്നുമില്ല. ഇപ്പോൾ we might not be, when we look at it, we might not be able to see that 2025 might not be a whole lot different than 2024. എല്ലാം അങ്ങ് പട്ടുമെത്ത ആയിരിക്കുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. 2025 nobody should think that 2025 will be like sitting or sleeping in a silk bed. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു. ഈ റീസെൻ്റ്ലി ചൈനയിൽ ഒരു പുതിയ വൈറസ് കൂടെ സ്പ്രെഡ് ചെയ്യുന്നു, അത് ഇച്ചിരി അഗ്രസീവ് ആണെന്നും ഒക്കെ കേൾക്കുന്നു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല 2025. We don't know what's going to happen in 2025. We're hear of outbreaks everywhere, especially in China. Recently there was one. ഭയപ്പെടുത്തതല്ല, ഒരുങ്ങാൻ പറഞ്ഞതാ. നമുക്ക് സകലത്തിലും എപ്പോൾ കാഹളം കേട്ടാലും എപ്പം വിളിച്ചാലും പോകാൻ തയ്യാറായി ഓരോ ദിവസവും ഒരുങ്ങി കാത്തിരിക്കണം. I'm not trying to scare you. I'm just saying that you should be ready, that if the trumpet blows today or this year, that you should be ready to go up. പുതുവർഷത്തിൽ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തവരുണ്ടോ? Are there anyone here who has New Year's resolutions for the new year? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു പ്രാക്ടിക്കലായിട്ടുള്ളതേ എടുക്കാവുന്ന. I told you the other day that you should only do or take New Year's resolutions that are practical. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആസ് എ കസ്റ്റം തുടർമാനമായി അത് കർത്താവ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. When Jesus was on this earth, there were some things that he did continuously or repeated. പുതുവർഷത്തിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. Let's try to practice that in the new year. At least 2-3 കാര്യങ്ങൾ യേശു തുടർമാനമായിട്ട് ചെയ്തു. At least there was a couple of things that Jesus did continuously or repeatedly. അത് ഒന്ന്, മുടങ്ങാതെ യേശു പതിവ് പോലെ പ്രാർത്ഥിക്കുവാനായിട്ട്
ഒലിവ് മലയിലേക്ക് പോയി. ആ വാക്യം ലൂക്കോസ് 22:39 In Luke 22, verse 39, we see that Jesus went as usual to the Mount of Olives to pray. എന്തിനു വേണ്ടിയാ പോയത്? Why did he go there? എന്നാൽ 41 പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ. ശിഷ്യന്മാരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് ഉണർന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു അൻപിൻപാട് അല്ലെങ്കിൽ ഒരു കല്ലേറ് ദൂരത്തിൽ ചെന്ന് മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. You see that in verse 21 that Jesus Verse 41, I believe. yeah, verse 41 that you see that Jesus said to the disciples, pray that you will not fall into temptation, and then Jesus himself went up to a rock and started praying. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. One word that I really was interested in was that it says as usual. നോക്ക, ക്രൂശിനെ ഫേസ് ചെയ്യുക. മുമ്പിൽ കാണുന്നത് ക്രൂശാ. പ്രശ്നം വന്നപ്പം പ്രാർത്ഥിക്കാൻ പോയതല്ല. Jesus is seeing the cross right in front of him, and it's not that he's seeing the cross and then going to pray. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ It was just as usual he went to pray. പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. As usual he went to pray. പ്രശ്നം വരുമ്പം പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും വ്യത്യസ്തമാണ്. It is different that when troubles and problems come into your life and you start praying. പ്രാർത്ഥിക്കാൻ ഒരു പർട്ടിക്കുലർ സ്ഥലം നിങ്ങളുടെ വീട്ടിലുണ്ടോ? Is there a specific place in your house where you have dedicated for prayer? പ്രാർത്ഥിക്കാൻ ഒരു മാറ്റ് വീട്ടിലുണ്ടോ? Is there a prayer mat in your house? ഞാൻ നാട്ടിൽ ഒരു വലിയ കുടുംബത്തിൽ ഒരു വലിയ വീട്ടിൽ പോയി. എനിക്ക് തോന്നുന്നു ഒരു 10 കുറേ ഏറെ മുറികളുള്ള ഒരു വലിയ കൊട്ടാരത്തിൽ ഞാൻ ചെന്നു. പ്രാർത്ഥിക്കാൻ ഒരു പാ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. When I went to India, I had the opportunity to go to a big mansion, and when I asked them for a prayer mat, they had none. പ്രാർത്ഥനയ്ക്ക് ഒരിടം വേണം. We need to have a place for prayer. ഏത് സമയത്തും എല്ലാ ദിവസവും മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിഷയങ്ങൾ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ജീവിതത്തെ സമർപ്പിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. So every day in your life you should be able to dedicate some time in your life for prayer and to dedicate your life in prayer. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർപ്പിച്ച ഒരു വേദഭാഗമാ 2025 വിശ്വാസത്തിന്റെ വർഷമായി മാറണം. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. As I reminded the other day that 2025 should be a year of faith, and it should be transformed into a year of faith. യേശു പതിവ് പോലെ ചെയ്ത മറ്റൊരു കാര്യമാ, യേശു തിരുവചനം വായിച്ചു. There's another thing that Jesus did repeatedly was that to read the word. ലൂക്ക് 4:16 അവിടെ നമ്മളത് വായിക്കുന്നുണ്ട്. ശബത്ത് ദിവസം മുടങ്ങാതെ പള്ളിയിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുകയും തിരുവെഴുത്തുകളെ വായിക്കുകയും ചെയ്തു. In Luke 14, you'll see that he went to Nazareth, and where he had been brought up, and on the Sabbath day he went to the synagogue. As was his custom, he stood up to read. കഴിയുമെങ്കിൽ സഭായോഗം മുടക്കരുത്. If you can, try to come to church every Sunday. എല്ലാ സൺഡേയിലും 100% വരാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കണം. Even if, we understand that you might not be able to come every Sunday, but try your best. യേശു പോയതിൻ്റെ മറ്റൊരു റീസൺ തിരുവെഴുത്ത് വായിക്കാനാണ്. There's another reason that Jesus went there was to read the word. ആ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും നമുക്ക് ഇന്നുള്ളതുപോലെ ബൈബിള് ഒത്തിരി ഒന്നും വീടുകളിലുള്ള സമയമല്ല. In that time, not every house, just like we have today, not every house had a Bible. അന്ന് ബൈബിള് വായിക്കണമെങ്കിൽ പള്ളിയിൽ പോകണമായിരുന്നു. If you needed to read the Bible, you needed to go to church. അവിടെ ചെന്ന് കർത്താവ് തിരുവെഴുത്ത് തുറന്ന് വായിച്ചു. And over there, Jesus went up there and opened up the word and started reading it. പതിപോലെ പള്ളിയിൽ പോയി പതിപോലെ ബൈബിള് വായിച്ചു. As was his custom, as usual, he read. നമുക്ക് ഈ വർഷം പുതിയ തീരുമാനമെടുക്കണം. And this year, we need to make a new decision. നമുക്ക് തുറന്നുള്ള 300 ദിവസമെങ്കിലുമുണ്ട്. അല്ല, 360 ദിവസമുണ്ട്. In front of us, at least for this year, we have at least 360 days ahead of us. ഒരു ദിവസം ഒരു 3 അധ്യായം വീതം വായിക്കാമെങ്കിൽ ഈ വർഷം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. If you're able to read at least 3 chapters, you should be able to finish the Bible. 5 ദിവസത്തെ ഗ്യാപ്പ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഒരു 4 ചാപ്റ്റർ ഒരു ദിവസം ഏതെങ്കിലും ആഴ്ചയിൽ ഒന്നൊക്കെ വായിക്കാമെങ്കിൽ നമുക്ക് ഈ വർഷം അത് കംപ്ലീറ്റ് വായിച്ചു തീർക്കാൻ കഴിയും. So if you're able to close the gap for the first 5 days and maybe read a verse here and there, you should be able to completely finish the Bible.
ഒത്തിരി വലിയ തീരുമാനങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനുമുള്ള സമയം കണ്ടെത്തണം. Even if you don't make any giant decisions or huge life groundbreaking decisions, to find time to read and pray. മറ്റൊരു വിഷയം യേശു കർത്താവ് പതിവായി ചെയ്തത് സുവിശേഷം അറിയിക്കുക ചെയ്തത്. Another thing that Jesus used to do repeatedly was to proclaim the gospel. മാർക്കോസ് 10:1 ആ വേദഭാഗം ഓർപ്പിക്കുന്നുണ്ട്. യേശു പതിവ് പോലെ ഉപദേശിച്ചു സുവിശേഷം അറിയിച്ചതായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. In Mark 10:1, you see that Jesus then left that place and went into the region of Judea and across Jordan. Again, crowds of people came into him, and as was his custom, he taught them. യേശു കർത്താവ് നമുക്ക് തന്ന അന്ത്യകൽപ്പനയാ, പോകുവീൻ സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവിൻ എന്നുള്ളത് കർത്താവ് നമുക്ക് തന്ന ദൗത്യമാണ്. Jesus, this is the last commandment that Jesus gave us, to go out and proclaim the gospel to the ends of the earth. 2025 സുവിശേഷീകരണത്തിൻ്റെ വർഷമായി ഓസ്റ്റിൻ വർഷിപ്പ് സെൻറ്റർ മാറുവാൻ ഞാൻ ആഗ്രഹിക്കുക. I wish that in 2025 should be a year of proclaiming the gospel for the Austin Worship Center. ചില വർഷങ്ങളായി നമുക്ക് ആ ഏരിയകളിൽ അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷെങ്കിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല. ഈ വർഷം അതിനുവേണ്ടി അധികം എഫേർട്ട് എല്ലാവരും എടുക്കുവാനായിട്ട് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുക. The previous years we were not able to dedicate a lot of resources for that, but this year I hope and wish and pray that this year will be a year where our church will be able to go out and proclaim the gospel. നാം വായിച്ച വേദഭാഗത്തേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കള് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടത് ഒരു പുതുവർഷത്തിലാണ്. So when we come back to Exodus chapter 12, verse 2, we see that when the Israelites, when they left Egypt, it was in a new year. എബ്രായ കലണ്ടർ അനുസരിച്ച് 1-ാം മാസം ആബീബ് മാസമാണ്. According to the Hebrew calendar, the first month is Abib. എന്നാൽ പിന്നീട് അവരത് മാറ്റിയിട്ടുണ്ട്. ബാബിലോണിയ അടിമത്തത്തിന് ശേഷം അവരത് നിസാൻ മാസമായിട്ട് 1-ാം മാസം മാറ്റിയിട്ടുണ്ട്. It was changed when the Babylonian Empire came in and became Nisan. ഈ 12-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്ത വചനങ്ങളാ 12-ാം അധ്യായത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്. So in Exodus chapter 12, what we read is the word that God had talked to Moses when they were in Egypt. ഈ 12-ാം അധ്യായത്തിലും മറ്റു ചില അധ്യായങ്ങളിലും ഒക്കെ ആയിട്ട് 1-ാം മാസം അല്ലെങ്കിൽ പുതുവർഷത്തിന്റെ 1-ാം മാസം അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഈ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. In these chapters we read some of the things that God had commanded the people of Israel to do in the first month. ഒന്നാമത് അവർ ചെയ്യേണ്ടത് ഒരു പെസഹ ആചരിക്കണമായിരുന്നു. And one of the first things that he commanded was to observe Passover. എന്താണ് പെസഹ? ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിലായിരുന്ന കാലഘട്ടങ്ങളിൽ 10 ബാധകളിലൂടെ അവരെ ബാധിച്ചിട്ട് ഏറ്റവും ഒടുവിലായിട്ട് 10-ാമത്തെ ബാധയ്ക്ക് മുമ്പായിട്ട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്, പിതാവായ ദൈവം പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ ഈ 12-ന്റെ ആരംഭ വാക്യങ്ങളിൽ വായിക്കുന്നത്. ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ അവർ മാറ്റി നിർത്തി ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി ആ സംഹാര ദൂതനിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അതിൻ്റെ മീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അവരത് ആഹാരം അവർ കുടുംബങ്ങൾ ചേർന്ന് ഭക്ഷിക്കണം. ആ രാത്രിയിൽ ഒരു പുറപ്പാടിന്റെ ദിവസമാണ്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പിന്നീട് കർത്താവ് അതൊരു ദൈവമായ കർത്താവ് അതൊരു നിയമമായിട്ട് അവർക്ക് കൊടുത്തു. എല്ലാ വർഷവും ആണ്ടിന്റെ ആരംഭത്തിൽ നിങ്ങൾ പെസഹ ആചരിക്കണമെന്ന്. One of the first commandments was to observe the Passover, which is in remembrance of how the angel of death came over Egypt after the first 9 plagues, and then whoever had the blood of the lamb, on them, on the families who came to eat the lamb together, whoever had the lamb of them, the angel of death passed over them, but killed all the firstborn in all of Egypt. ദൈവം അവർക്ക് കൽപ്പനയായി പ്രമാണമായി അനുഷ്ഠിക്കുവാൻ എല്ലാ വർഷവും
വർഷത്തിലൊരിക്കൽ ആചരിക്കുവാൻ കൊടുക്കുമ്പോൾ എന്താ അവർക്ക് ഓർക്കാനായിട്ടുള്ളത്? അവർ ഫറവോന്റെ അടിമത്തിൽ നിന്ന് പുറത്തു വന്നത്, മരണദൂതൻ അവരെ വിട്ടുപോയത്, പാസ് ഓവർ. ആ ഒരു ചിന്ത അവരുടെ എല്ലാ വർഷത്തിന്റെ ആരംഭത്തിലും മനസ്സിൽ വരണം. അവരെവിടെയായിരുന്നു, എങ്ങനെ അവർ പുറത്തു വന്നു, ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാ വർഷവും ആരംഭത്തിൽ അവർ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. So God had commanded Israelites to observe the Passover because Passover is a remembrance of their slavery in Egypt and how God had delivered them from slavery, and to remember like where they are right now, but also not forget where they were before. ഈ വർഷത്തിന്റെ ഒന്നാം മാസം ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് എന്താ ഓർക്കാനായിട്ടുള്ളത്? So what do we have to remember on this first month of this year? പൗലോസ്ലീഹ ഓർപ്പിച്ചു, നമ്മുടെ പെസഹ കുഞ്ഞാടും 1 Corinthians 5:7 നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. So in Paul in 1 Corinthians chapter 5 verse 7 it says, get rid of the old yeast so they may be unleavened. So for Christ our Passover lamb has been sacrificed. അന്ന് ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തത്താൽ പൈശാചിക ശക്തിയിൽ നിന്ന് ഫറവോന്റെ അടിമത്തിൽ നിന്ന് അവർ പുറത്തു വന്ന് അവരെ മരണദൂതൻ അവരെ വിട്ടുപോയെങ്കിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തു കാൽവറിയിൽ അകർത്തിയാഗമായി തീർന്ന കാര്യം നാം എന്നും ഓർക്കണം. So if the Passover lamb was put there for that the angel of death to pass over them, so they will be able to redeem, just like that Jesus died for us for our sins, that we should be able to remember that every day. ഊനമില്ലാത്ത ദൈവ കുഞ്ഞാട് കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ തന്നത്, രക്തം ചിന്തിയത്, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ പൈശാചിക പിടിയിൽ നിന്ന് ഫറവോന്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, സ്വാതന്ത്ര്യം തരുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ യേശു മരിച്ചു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നുള്ളത് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഓർക്കുവാൻ കഴിയണം. The Lamb of God without blemish was sacrificed on the cross, and so that we should be able to remember that the blood was shed for our sins and to be able to save us from the chains of slavery of Satan, of the devil, of the Pharaoh, and we should be able to remember that every day. പാട്ടുകാരൻ പാടുന്നത് പോലെ, ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ചേർന്ന് പാടിയാട്ടെ. ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ആ ഉറപ്പുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ മരണം നീങ്ങിപ്പോയി, അവൻ്റെ കാൽവറി മരണത്താൽ എൻ്റെ മരണം നീക്കി എന്നെ ദൈവ പൈതലാക്കി തീർത്തു. അത് ഇന്ന് പകലും നമുക്ക് സന്തോഷത്തോടെ ഓർക്കുവാൻ കഴിയട്ടെ, ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. Let us be able to remember that Jesus died for our sins on the cross, and that he was shed his blood for our sins. Let us be able to remember that this day. ഇസ്രായേൽ മക്കൾക്ക് അത് വർഷത്തിലൊരിക്കൽ ആഘോഷിച്ചാൽ മതിയായിരുന്നു. എന്നാൽ എനിക്ക് നിങ്ങൾക്കും എല്ലാ ദിവസവും ഓർക്കുവാൻ കഴിയുന്നത്, കർത്താവ് കൽപ്പിച്ച തിരുമേശയോട് അടുക്കുമ്പോൾ അത് ഓർപ്പിക്കുന്നത്, യേശു നമുക്ക് വേണ്ടി മരിച്ചു, അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. അതാണ് ആ ക്രിസ്തുവാണ് എന്നെ സ്വതന്ത്രമാക്കിയതെന്നുള്ള സന്തോഷം ഓർത്ത് നന്ദിയോടെ എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഈ വർഷക്കാലം കഴിയട്ടെ. Even though Israelites had to celebrate this Passover just one day of the year, let us be able to remember that Jesus died on the cross for our sins. Then we were able to be saved from sin as the table before us comes. Let us be able to remember that and cherish that every day. പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ഓർക്കാനുള്ളത് നമ്മുടെ മാനസാന്തരം, നമ്മുടെ രക്ഷ. At the beginning of the year, let us be able to remember our salvation. രണ്ടാമത്, ഇസ്രായേൽ മക്കൾ ഒന്നാം വർഷത്തിൻ്റെ ഒന്നാം മാസം അവർ സെലിബ്രേറ്റ് ചെയ്യേണ്ട, അവർ ഓർക്കേണ്ടതായ രണ്ടാമത്തെ വിഷയം ആ 15-ാമത്തെ വാക്യത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട്. In verse 15 we see the second thing that Israelites need to remember in the first month of the first year. 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദയവായിട്ടൊന്ന് വായിക്കുമോ?
പുറപ്പാട് 12:15 വാക്യം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കം ചെയ്യണം. On the first day itself, you should be able to remove the flour that has been filled with yeast. The leavened bread. Yeah. 1-ാം മാസം പുളിപ്പ് വീടുകളിൽ നിന്ന് മാറ്റണം. You should be able to remove the leavened bread from your house in the first month. എന്താ ഈ ലേവൻ അല്ലെങ്കിൽ പുളിപ്പെന്ന് പറയുന്നത്? What is leaven? തിരുവചനത്തിൽ പുളിപ്പ് അശുദ്ധിയെ കാണിക്കുന്നത്. So in the Bible we see that the leaven means impurity. പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ ഒരു ശുദ്ധീകരണം. 7 ദിവസം അവർ വീട് മുഴുവൻ അവർ പരിശോധിക്കും, നോക്കും, ഏതെങ്കിലും പുളിപ്പുള്ള കാര്യങ്ങൾ, പുളിപ്പ് ശേഷിച്ചിട്ടുണ്ടോ എന്ന് അവരുടെ വീട് 7 ദിവസം അവർ അന്വേഷിച്ച് ഉണ്ടെങ്കിൽ അത് മുഴുവൻ എടുത്തു മാറ്റുന്ന ശുദ്ധീകരണത്തിൻ്റെ ആഴ്ചയാണ് ഒരാഴ്ച. So in the first week, the first 7 days, the Israelites, what they were doing was they were just looking around the house for any impurities, and the goal was to get rid of the impurity. അതിനുവേണ്ടിയായി ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഒരാഴ്ച ഉപവാസം വേർതിരിച്ച് ഒന്ന് സ്വയശോധന ചെയ്യാൻ, ഒരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യുവാനായിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിലെ പുളിച്ച മാവൊന്നും എടുത്ത് കളയാനല്ല, ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുണ്യാഹ രക്തത്തിൻ്റെ മുമ്പിൽ കഴുകി ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടി, ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി 1-ാം മാസം തന്നെ അവരോട് പറഞ്ഞതുപോലെ നമ്മളോടും ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആഴമായ ഒരു ശുദ്ധീകരണത്തിലേക്ക് ദൈവസഭ കടന്നു വരട്ടെ. So in the first month, just like how the Israelites were doing, the same way we should be able to look into our lives and find any impurities and also get rid of that impurity, because we will not be able to see God without the impurities. 1 കൊരിന്ത്യർ 5:8 പുളിപ്പ് പാപത്തെ കാണിക്കുന്നതാ. അവിടെ തിന്മയെയും ദുഷ്ടതയെയും ജഡത്തിന്റെ പഴയ സ്വഭാവത്തെയും ഒക്കെ കാണിക്കുവാൻ വേണ്ടി ആ പുളിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. In 1 Corinthians 5:8 we see that the leaven is seen with malice and wickedness, but the unleavened bread of sincerity and truth. അത് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നീക്കി കളയണം. If there is any impurity or leaven in your life, you should be able to remove it. യേശു കർത്താവ് മർക്കോസ് 8:15 പരീശന്മാരുടെയും ഹെരോദാവിന്റെയും പുളിച്ച മാവ് സൂക്ഷിച്ചൊഴിയുവാനായിട്ട് യേശു കർത്താവ് ഓർപ്പിച്ചു. In Mark 8:15 we see that Jesus warns them, be careful, watch out for the yeast of the Pharisees and that of Herod. എന്താ പരീശന്മാരുടെ പുളിച്ച മാവ്, പുളിപ്പ്? What is the leaven or the yeast of the Pharisees? അവിശ്വാസം, അവരുടെ ജീവിതത്തിൻ്റെ അവിശ്വാസമായിരുന്നു പരീശന്റെ പുളിച്ച മാവെങ്കിൽ ഹെരോദാവിൻ്റെ പുളിച്ച മാവെന്ന് പറയുന്നത് വേൾഡ്ലിനെസ്സും പ്രൈഡും ഒക്കെ ആയിരുന്നു. So for the Pharisees it was the unbelief or the disbelief, and for the Herod it was the pride and the worldliness. ഇന്ന് രാവിലെ ദൈവമക്കളെ ഏതെങ്കിലും ഏരിയകളിൽ ഒരു ശുദ്ധീകരണത്തിന് ആവശ്യമുള്ള ഏരിയകളുണ്ടെങ്കിൽ ഒരു സെൽഫ് എക്സാമിനേഷൻ ഇന്ന് പകൽ ഈ തിരുമേശയുടെ മുമ്പിൽ 1-ാം ആഴ്ചയിൽ നാം ദൈവസന്നിധിയിൽ ഒരു ശുദ്ധീകരണത്തോട് നമുക്ക് അടുത്തു വരുവാൻ കഴിയട്ടെ. Dear believers, if there are any areas in your life where there is any impurity, be sure to acknowledge that and get rid of it, and let us come together in the presence of God with all the purity. ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ 1-ാം മാസത്തിൽ നടക്കുന്ന മറ്റൊരു ശുശ്രൂഷയുടെയുണ്ട്, മറ്റൊരു സെലിബ്രേഷൻ ഇവിടെയുണ്ട്. അത് ഇതിന് പാരലായിട്ട് കൊടുത്തിരിക്കുന്ന 23-ാം അധ്യായത്തിലുണ്ട്. ലേവ്യ പുസ്തകം 23-10-11 വാക്യങ്ങളാ അവിടെ നാം വായിക്കുന്നത്. ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. There's another festival the Israelites used to celebrate in the first year, and we can see this in Leviticus 23 verse 10 and 11. 23 verse 10 and 11. First fruits. It was a harvest, bring to the first grain of your first fruit harvest. എന്താ ഈ ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ എന്ന് പറയുന്നത്? What is the festival of the first fruits? രണ്ട് വിധത്തിൽ അതിനെ കാണുവാനായിട്ട് കഴിയും. We can see it in 2 ways. പൗലോസ് ശ്ലീഹ ഓർപ്പിച്ചു, അത് കർത്താവിന്റെ
ഉയർപ്പുമായി ആദ്യഫലമായി യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് പൗലോസ് ഓർപ്പിച്ചിട്ടുണ്ട്. സോ യേശുവിൻ്റെ ഉയർപ്പിനോട് ബന്ധപ്പെടുത്തി നമുക്കതിനെ പഠിക്കുവാനായിട്ട് കഴിയും. We can look at it from the angle where Paul talks about where Jesus rose up from the dead. എന്നാൽ അതോടൊപ്പം ദൈവം തരുന്ന നന്മ ദൈവസന്നിധിയിൽ അർപ്പിച്ച് നമ്മയും നമുക്കുള്ളതിനെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. At the same time, we can also think about how we think about the gifts, the blessings that God has given us, and we were able to put that in front of God for His thankfulness. മുമ്പൊക്കെ ആദ്യഫലം സഭയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. In the olden days, there was a tradition of bringing the first fruits to the church. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ വലിയ കൊട്ട നിറച്ച് കപ്പയും കാച്ചിലും നമ്മുടെ കൃഷി ഐറ്റങ്ങളൊക്കെ ഞായറാഴ്ച രാവിലെ തലയിൽ ചുമന്നുകൊണ്ട് ഞാൻ പാഴ്സനയിൽ കൊണ്ട് കൊടുത്ത ഒത്തിരി ദിവസങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. And I remember back in the day when I was a child, I used to carry baskets full of first harvest, would take it to the church. ആദ്യ ഫലക്കറ്റ എന്ന് പറയുന്നത് കപ്പയും കാച്ചിലും ഒന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ടൊക്കത്തില്ല. I'm not saying that we should be able to bring all these things to our church today. നിങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതിക നന്മയിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുവാൻ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കുവാൻ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുവാൻ അതിലൂടെയുള്ള അനുഗ്രഹങ്ങളും നന്മയും പ്രാപിച്ചെടുക്കുവാൻ ഈ പുതുവർഷത്തിൽ കഴിയട്ടെ. But instead I'm saying that you should be able to divide up and put a portion of your earnings or your first fruits to the church for the glorification and for so to proclaim the gospels to the city. പുതുവർഷത്തിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറഞ്ഞ പക്ഷം ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാം വർഷം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത പ്രമാണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ കാണുവാൻ, ജീവിതത്തിൽ അടുത്ത് വന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ, ഒരു ശുദ്ധീകരണത്തോടെ ജീവിക്കുവാൻ, ദൈവം തരുന്ന എല്ലാ നന്മയ്ക്കും ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് ഈ വർഷക്കാലം കഴിയട്ടെ. Let us be able to come together this year and to submit ourselves and to get rid of our impurities and be able to thank God for everything that He has given us. 42-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let us come to chapter 42. അവിടെ ഒരു വിഷയം കൂടെ ഓർപ്പിച്ച് നമുക്ക് തിരുമേശയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുക. I would like to remind one other thing before we get into the table. 40-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ദയവായി വായിക്കണമേ. ഒന്നാം മാസം 1-ാം തീയതി സമാഗമന കൂടാരം എന്ന തിരുനിവാസം നിവർക്കണം. Then the Lord said to Moses, set up the tabernacle, the tent of meeting, on the first day of the first month. ഇസ്രായേൽ മക്കൾ ഇപ്പോൾ പുറപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി 6 മാസം കഴിഞ്ഞപ്പോഴേ ദൈവം അവർക്ക് പ്രമാണങ്ങളൊക്കെ കൊടുത്തു. It has been about a year since Israel left Egypt, and within 6 months God had given them the commandments. സമാപന കൂടാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ അളവും കൃത്യമായിട്ടുള്ള പ്രമാണങ്ങളും ഒക്കെ അവർക്ക് ദൈവം കൊടുക്കുക. Now God is giving them the law, the tabernacle, and the tent of meeting. ഏതാണ്ട് 6 മാസത്തോളം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആ സമാഗമന കൂടാരത്തിൽ ആവശ്യമായ ഉപകരണങ്ങളെല്ലാം എല്ലാവരും കൂടെ ചേർന്ന് അത് പ്രിപ്പയർ ചെയ്ത് 6 മാസം കൊണ്ട്. So within 6 months, the people came together and we were able to get the equipment together for the tent. എല്ലാവരും അതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള കൊത്തുപണി ചെയ്യാനൊക്കെ ഉള്ള എല്ലാവരും ടാലന്റഡ് ആയിട്ടുള്ളവരല്ല. അതുകൊണ്ട് ദൈവം ചിലരെ പ്രത്യേകം അനോയിന്റ് ചെയ്ത് ആ പ്രവർത്തിക്ക് വേണ്ടി ഒരു ഒഹോലിയാബിനെയും പേരോർക്കുന്നു ബെസലേലിനെയും ഒഹോലിയാബിനെയും ദൈവം പ്രത്യേകം കൃപ കൊടുത്ത് കൊത്തുപണികൾ ചെയ്യുവാനായിട്ടുള്ള ആലയത്തിലെ ഉപകരണങ്ങൾ പ്രത്യേകം ഡിസൈൻ ചെയ്യുവാനുള്ള കൃപ കൊടുത്ത് അവരെ അതിനുവേണ്ടി അസൈൻ ചെയ്തു. Since not everyone is talented in doing certain things, God had appointed 2 people to do the sculpture for the equipments in the tent. 6 മാസം കൊണ്ട് ദൈവം കൊടുത്ത ദൗത്യം അവരെല്ലാവരും പൂർത്തീകരിച്ചു. എല്ലാവരും ഇതിന്റെ പണിക്ക് വേണ്ടി ഒന്നിച്ച് കൊണ്ടുവരികയാണ്. Within 6 months they were able to complete the mission that God had given to them. They were able to come together. പല സ്ഥലങ്ങളിൽ ഇരുന്നത്, പലയിടത്ത് വെച്ച് പണിതത്, ദൈവം പറഞ്ഞതെല്ലാം അതെല്ലാം കൂട്ടി ഒന്നിച്ച് ഒരിടത്ത് കൊണ്ടുവരിക. And they were, even though they built it in different places, after they built it, they were able to bring it together within 6 months. ഒന്നിനോട് ചേർത്ത് പണിയാനായിട്ട് തുടങ്ങി. They were able to build one next to each other.
റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന വാക്കുകളിൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. They were able to do the things exactly like what God had told them to do. ദൈവം പറഞ്ഞതെല്ലാം അതുപോലെ ദൈവം കൊടുത്ത ഡിസൈൻ അനുസരിച്ച് ഓരോന്നും അവർ ചെയ്തു. അതെല്ലാം ചേർത്ത് വെക്കേണ്ടടുത്ത് ചേർത്ത് വെച്ചു. They were able to do everything exactly like God had told them, and they were able to put everything next to each other. എന്നിട്ട് ആ ടെന്റ് അവർ ഉയർത്തുകയാണ്. And then they raised up the tent. അതിനോട് കൊടുത്ത പേരാണ് സമാഗമന കൂടാരം. And then the name the tent, it was a tent of meeting. ആ ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്ന ഇടം. And the area where God comes down and lives. ഇന്ന് രാവിലെ ദൈവമക്കളെ, ഈ പഠനത്തിലും ദൈവസഭയുള്ള ബന്ധത്തിൽ ദൈവത്തിന് വസിക്കുവാൻ, ദൈവമക്കൾക്ക് കടന്നു വരുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ഒരു ടെന്റ് ആവശ്യമാണ്. This morning, dear believers of the church, there is a need for a tent in this church, in this place. 2025 ആലയത്തിന്റെ ഒരു സെറ്റപ്പ് നടക്കണം. In 2025, we should have a setup for a new church. അതിനുള്ള ഉപകരണങ്ങളും റിസോഴ്സസും ഒക്കെ പലയിടത്തായിട്ട് ചെതറിക്കിടപ്പുണ്ട്. There are resources that are spread across multiple places. അതെല്ലാം ഒന്നിച്ചു വരണം. We should be able to bring it together. ഈ വർഷം നമുക്കത് പണിയണം. We should be able to build it this year. ദൈവം വസിക്കുന്ന ഒരാലയം, A place where God lives. ഒരു പ്രാർത്ഥനാലയം, A prayer. ദൈവം പറഞ്ഞതുപോലെ ദൈവം തരുന്ന ദൂതും ആലോചനയും അനുസരിച്ച് ദൈവം കാണിച്ച് തരുന്നിടത്ത് ദൈവം തരുന്ന ഡിസൈൻ അനുസരിച്ച് ഈ പഠനത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ വർഷം അത് ഉയരണം. അത് നമ്മുടെ പ്രാർത്ഥനയാ. എല്ലാവരും ഇന്നു മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. We should be all come together and pray for that specific goal of having a tent, a specific prayer where God is able to reside. 40-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം. We should be able to read the entire chapter 40. സകലതും അവർ ക്രമത്തിൽ ചെയ്തു. They were able to do everything methodically. സാക്ഷ്യപ്പെട്ടകം അതിൻ്റെ ക്രമത്തിൽ വെച്ചു. മേശയും നിലവിളക്കും ഹോമയാഗപീഠവും അങ്ങനെ ഒന്നൊന്നായി 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഒന്നൊന്നായി എല്ലാം അവർ ചേർത്ത് അതിൻ്റെ ഓർഡറിൽ വെച്ചു. They were able to place the Ark of the Covenant, the lampstand, the gold altar, everything one across each other in a very methodical way. അവിടെയും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന എല്ലാം ക്രമത്തിൽ വെച്ചു, എല്ലാം ഓർഡറിൽ വെച്ചു. ദൈവം ഓർഡറിന്റെ ദൈവമാണ്. We see that here it says repeatedly that everything was placed in order. God is a God of order. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മരുഭൂമിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെന്റാ, മണൽക്കാറ്റടിക്കും, പൊടി പിടിക്കും, ഒരു ടെമ്പററി സെറ്റപ്പാ. അതിനുവേണ്ടി ഇത്ര മനോഹരമായിട്ട് കൊത്തുപണി ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി ഡിസൈൻ കൊടുത്തൊക്കെ പണിയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? തട്ടിക്കൂട്ടിയാ പോരെ? When we think about it, this is placed in the desert, and when we think about it, we know was there a need to actually do it all methodically? Shouldn't we just do it very haphazardly? ദൈവം ചെയ്യുമ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ദൈവമാണ്. But when God does something, He does it very well. ദൈവമക്കളും ദൈവവേലയുള്ള ബന്ധത്തിൽ ചെയ്യുമ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം, മനോഹരമായിരിക്കണം. ആരാധന സെറ്റപ്പുകളും ബാക്കിയുള്ള ആരാധനകളും എല്ലാം നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ മനോഹരമായി ചെയ്യുവാൻ നമുക്ക് കഴിയണം. In the same way, when we do something for God, we should be able to do it very methodically and in a very beautiful manner. ഇതെല്ലാം ക്രമത്തിൽ വെച്ച് കഴിഞ്ഞപ്പം ദൈവം നോക്കി എല്ലാം ക്രമത്തിലായെന്ന് കണ്ടപ്പോൾ ദൈവം അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. When everything was put together in an orderly way, when God looked at it and when God saw that everything was in order, God came down on them. 34-ാം വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. അവിടെ 34-ാമത്തെ വാക്യത്തിൽ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തിന്മേൽ ഇറങ്ങി. When you see in verse 34, the cloud covered the tent of meeting and the glory of Lord filled the tabernacle. എപ്പോഴാ? 33-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 33-ാം വാക്യം. When did that happen? Just look at verse 33. Then Moses set up the courtyard around the tabernacle and altar and put up the curtains at the entrance to the courtyard, and so Moses finished the work. എല്ലാം ക്രമത്തിൽ ദൈവം പറഞ്ഞതുപോലെ ക്രമമായി ചെയ്ത് എല്ലാം അടുക്കി വെച്ച് എല്ലാം ബ്യൂട്ടിഫുള്ളായി ചെയ്ത് കഴിഞ്ഞപ്പോഴാ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നത്. And after everything was done in order, everything was done beautifully, that's when the glory of the Lord filled the tabernacle. ഒരു കാര്യം പറയട്ടെ, ജീവിതം ക്രമത്തിലായാൽ, ജീവിതത്തിലെല്ലാം ക്രമമായാൽ, എല്ലാം ഓർഡറിൽ വന്നാൽ പിന്നെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല തേജസ് ഇറങ്ങാൻ.
When things are in order in your life, when things are in order, there's no need for a 21-day fasting for God's presence to come down. ഏതെങ്കിലും ഏരിയയിൽ ഇന്നും ക്രമം വരാനുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു ക്രമീകരണം വരുന്ന പകലായി മാറട്ടെ. അതിലൂടെ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ സഭയിലും കുടുംബങ്ങളിലും ഇറങ്ങി വസിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. If there are things in your life where there is no order, and I hope and pray that order will come into your lives, and so that the glory of God will fill your life and the church as well. 2025 ഒരു ക്രമം, ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാകട്ടെ, പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാകട്ടെ, ആരാധനാ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാകട്ടെ. ഓ ശകരകരകാതുവ. യെസ്, ജീവിതത്തിൻ്റെ ഈ സകല ഏരിയകളിലും, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ, കോവർക്കേഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ, എല്ലാറ്റിലും ഒരു ഓർഡർ ഉണ്ടാകട്ടെ. Well, I pray that let there be order in your life, in your work life, in a church in 2025. 2025 ഒരു കെട്ടുപണിയുടെ വർഷമാണ്. 2025 a year of building. കുടുംബങ്ങളെ കെട്ടുപണിയുന്ന വർഷം. It's a year where God builds families. കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ കെട്ടുപണി നടക്കുന്ന ദിവസങ്ങൾ. Where there will be building happening in the life of your children. ദൈവസഭയുള്ള ബന്ധത്തിൽ ചില കെട്ടുപണികൾ നടക്കുന്ന വർഷം. It will be a construction or build that happening for the church. ദൈവ സാന്നിധ്യമാകുന്ന ഷെക്കേനായി ഇറങ്ങി വസിക്കുന്ന വർഷം. Is where the Spirit of God, the glory of God fills the tabernacle. കുടുംബങ്ങളും സഭയിലും ദൈവ തേജസ്സ് നിറയുന്ന വർഷം. It's a year where the glory of God fills your life and your families and the church. ദൈവ തേജസ്സിൽ ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങൾ. Where we are able to where we feel the glory of the God fills, and we were able to praise God. ദൈവ തേജസ്സിന്റെ നിറവിന്റെ വർഷമായി 2025 മാറട്ടെ എന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. Let 2025 be a year of the glory of God, and I pray and I hope that ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.